ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു റമദാൻ വ്ലോഗാണ്. ഇതിൽ 2 സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ചിക്കൻ ഡോണറ്റ്സും ഫലാഫിലും അതുപോലെ 2 ജ്യൂസിൻ്റെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ജ്യൂസിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഫസ്റ്റ് ചിക്കൻ ഡോണറ്റ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നെക്സ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 4 പച്ചമുളക് ആഡ് ചെയ്യാം. കുറച്ച് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ക്രഷ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 സ്ലൈസ് ബ്രെഡ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുക്ക് ചെയ്ത പൊട്ടറ്റോസ് ആണ്. അതൊന്ന് മാഷ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഡോണറ്റ്സിൻ്റെ ഷേപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഡോണറ്റ്സ് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മുട്ടയുടെ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയാവും. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ മതിയാവും. ഒന്നുകൂടി സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ സ്നാക്കിൻ്റെ പണിയിൽ നിന്ന സമയത്ത് ഉമ്മ ഇറച്ചിച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പീസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. വേറൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഞാൻ ചാനലിൽ തന്നെ ഒരുപാട് ചിക്കൻ റൈസിൻ്റെ റെസിപ്പീസും ചിക്കൻ ഫ്രൈഡ് റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറി കാണാം. പുറത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കരിക്കിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി കരിക്കിൻ്റെ ജ്യൂസാണ് റെഡിയാക്കുന്നത്. ആദ്യം കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കാമ്പൂട് എടുത്തിട്ടുണ്ട്. 2 കരിക്കിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് പഞ്ചസാര, ഏലക്കപ്പൊടി, കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഷ്കശ് കൂടെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വാട്ടർമെലൺ വെച്ചിട്ടൊരു ഡ്രിങ്ക് റെഡിയാക്കാം. ഒരു ജാറിലേക്ക് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ലൈം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതിലും കുറച്ച് കഷ്കശ് കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. ജ്യൂസൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്നാക്കിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഫലാഫിലാണ് റെഡിയാക്കുന്നത്. ഫലാഫിലിനായിട്ട് 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്. ഇത് ഏകദേശം ഈ പരുവത്തിൽ വേണം അരയ്ക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 സവാള ഇതുകൂടെ അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ആ മിക്സ് കടലയിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് എള്ളൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഓയിലിൽ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ബോൾ പോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഫലാഫിലൂടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഡോണറ്റ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും നിങ്ങൾ 2 റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയമായി. ഞാനിപ്പോൾ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. നോമ്പൊക്കെ തുറന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു. ഇറച്ചിച്ചോറും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.